നമസ്കാരം. മഹാനഗരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ജനം ഭീതിയിലാണ്. സുരക്ഷയുടെ ഉരുക്കുമറയ്ക്കുള്ളിൽ ജീവിക്കുന്ന സെലിബ്രിറ്റികൾ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥയോ? കഴിഞ്ഞ ദിവസമാണ് നടൻ സൽമാൻ ഖാൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. അതിനു മുമ്പ് ബോളിവുഡ് താരരാജാക്കന്മാരുടെ അടുത്ത സുഹൃത്തായ മുൻ മന്ത്രി ബാബ സിദ്ദിഖി ദാരുണമായി കൊല്ലപ്പെട്ടു. ഇപ്പോഴിതാ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെതിരെയുണ്ടായ ആക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് നഗരം. ആക്രമണത്തിൻ്റെ സ്വഭാവമാണ് ഭീതി ഉയർത്തുന്നത്. അതിസമ്പന്നരുടെയും താരങ്ങളുടെയും കേന്ദ്രമാണ് ബാന്ദ്ര. ബാന്ദ്രയ്ക്കിപ്പോൾ മറ്റൊരു പേരുകൂടിയുണ്ട്, ക്രൈം ക്യാപിറ്റൽ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോഴത്തെ ചർച്ച ഇതാണ്. സ്വന്തമായി സുരക്ഷാ സംഘമുള്ള താരമാണ് സെയ്ഫ് അലി ഖാൻ. അദ്ദേഹം ആക്രമിക്കപ്പെട്ടു. അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താവുമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. സെയ്ഫ് അലി ഖാനെ ആക്രമിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് അക്രമി വീടിനുള്ളിൽ പ്രവേശിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. എവിടെ നിന്നാണ് ഇയാൾ വീടിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടത്? ഏത് വഴിയാണ് വീടിനുള്ളിൽ കയറിയത്? പോലീസിനെ കുഴപ്പിക്കുന്നത് ഈ ചോദ്യങ്ങളാണ്. സംഭവത്തിന് തൊട്ടുമുമ്പുള്ള CCTV ദൃശ്യങ്ങളിൽ അക്രമി പതിഞ്ഞിട്ടില്ല. ഇയാളെ സുരക്ഷാ ജീവനക്കാർ കണ്ടതേയില്ല. വീട്ടിലേക്ക് ആരും കയറുന്നത് കണ്ടില്ല എന്നാണ് സുരക്ഷാ ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. അപ്പോൾ അക്രമി ഏത് വഴി എങ്ങനെ വീടിനുള്ളിൽ കടന്നുകൂടി? സെയ്ഫ് അലി ഖാൻ്റെ ഫ്ലാറ്റിലേക്ക് രഹസ്യ വഴി ഉണ്ടെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഈ വഴി എത്തുന്നത് നടൻ്റെ മുറിയിലേക്കാണെന്നും പോലീസ് കരുതുന്നുണ്ട്. ഈ വഴിയാവാം അക്രമി അകത്ത് കടന്നത് എന്നാണ് പോലീസ് കരുതുന്നത്. താരത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നുമുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് സംഭവത്തിൽ ഒരാൾ പിടിയിലായത്. പ്രതിയെന്ന് സംശയിക്കുന്നയാളാണ് പിടിയിലായതെന്നാണ് സൂചന. എന്നാൽ കസ്റ്റഡിയിലുള്ളയാളിൻ്റെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ചോദ്യം ചെയ്യുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതി ഇയാളാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കുറ്റകൃത്യത്തിന് ശേഷം വേഷം മാറി കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. അക്രമിയെ കണ്ടെത്താനും സംഭവത്തിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാനും പോലീസ് തിരക്കിട്ട ശ്രമത്തിലാണ്. 20 സംഘമായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ബാന്ദ്ര വെസ്റ്റിൽ സെന്റ് തെരേസ സ്കൂളിന് സമീപമുള്ള സദ്ഗുരു ശരൺ എന്ന 13 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലെ 4 നിലകളിൽ 1000 ചതുരശ്ര അടി വസതിയിലാണ് താരകുടുംബം താമസിക്കുന്നത്. മോഷണമായിരുന്നു അക്രമിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് പറയുന്നത്. ഫയർ എസ്കേപ്പ് വഴിയാണ് അക്രമി ഫ്ളാറ്റിലേക്ക് പ്രവേശിച്ചതെന്നും നടനെ കുത്തിയ ശേഷം പ്രധാന ഗോവണിയിലൂടെ ഇയാൾ രക്ഷപ്പെട്ടുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സെയ്ഫ് അലി ഖാൻ്റെ വീട്ടുജോലിക്കാരിയായ ഏലിയാമ ഫിലിപ്പ് എന്ന ലിമയാണ് അക്രമി ഫ്ളാറ്റിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യം കണ്ടതെന്നും പോലീസ് പറയുന്നു. പ്രതിയെ തടയാൻ ശ്രമിച്ച ജോലിക്കാരിയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏലിയാമ്മയുടെ നിലവിളി കേട്ടാണ് സെയ്ഫ് ഓടി വന്നതെന്നും തുടർന്നുണ്ടായ സംഘട്ടനത്തിനിടെ പ്രതി കത്തി ഉപയോഗിച്ച് സെയ്ഫിനെ കുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അതിനിടെ ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സെയ്ഫ് അലി ഖാൻ അപകടനില തരണം ചെയ്തതായും ഡോക്ടർമാർ അറിയിച്ചു.